കൊച്ചിൻ സിനാഗോഗ് യൂതപ്പള്ളി. ഈ സിനഗോഗ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് ഭാഷയിലെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം. 1562 സ്ഥാപിച്ച ഈ പള്ളി 456 വർഷപ്പഴക്കം. ഈ താഴെ കാണുന്ന ഫ്ലോറ് ചൈനീസ് ആയാലും ഓരോ ചിത്രങ്ങളും വ്യത്യാസങ്ങളാണ്. കൈയോട്ട് പെയിന്റ് ചെയ്യാൻ, ഹാൻഡ് പെയിന്റർ. 1600 ടൈൽസ്, 1600 ചിത്രങ്ങള്, 250 വർഷപ്പഴക്കം ഈ ഫ്ലോറ്. അതുകൊണ്ടാണ് നമ്മൾ ചെരുപ്പ് കഴിഞ്ഞ് കയറുന്നത്. ചെരുപ്പ് ഷൂ ഒക്കെ ഇട്ട് പൊട്ടിപ്പോകും. ഈ ലൈറ്റ്സ് യൂറോപ്യൻ ഗ്ലാസ് ആണ്, ബെൽജിയം. പണ്ട് 20 വർഷം മുമ്പ് കറണ്ടിട്ടായില്ല. അപ്പൊ ഇതുപോലെ ക്യാൻഡലായിട്ട് ഉപയോഗിക്കും. വെളിച്ചെണ്ണ വെള്ളം മിക്സ് ചെയ്തിട്ട് ക്യാൻഡലാണ്. അപ്പൊ ഇതിന്റെ പഴക്കം 200 വർഷം പഴക്കമുണ്ട്. ഇത് പ്രസംഗപീഠം. ഇവിടെ നിന്ന് വൈദികം വായിക്കുന്നത്. അതിന്റെ പേര് റബ്ബി. വെള്ളിയാഴ്ച ഇന്ന് പ്രാർത്ഥിക്കും താഴെ, ശനിയാഴ്ച മേളിൽ പ്രാർത്ഥിക്കും. ആ സ്ക്രീനിന്റെ ബാക്കിലാണ് സ്ത്രീകൾ ഇരിക്കുന്നത്. വെളിയിൽ ഒഴിച്ചാറുണ്ട്. അയൽക്കൂടുകാർ മേലൂരും പ്രേയർ ചെയ്യുമ്പോൾ നേരെ താഴെ വരും. വളരെ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയാണ്. ഈ കാട്ടിന പിന്നിൽ ജൂയിഷ് നബീസിന്റെ ഗ്രന്ഥം തോറ, ഒരു ബുക്സ് 54 പേജ്. അങ്ങനെ തോൾ ചുള്ളായിട്ട് 5 ബുക്സ് ഉണ്ട്. മോശന്റെ ആർട്ടിൻ തോലാണ്, കയ്യെഴുത്താണ്, ഭാഷ ഹീബ്രു, ഇസ്രായേൽ ലാംഗ്വേജ് ആണ്. ഇവിടെ എഴുതിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥന ഷെമ ഇസ്രായേൽ ആദോനായ് ഏലോ എഹാദ്, ഒരു തമ്പ്രാൻ ഒരു പ്രാർത്ഥനാലയം. യൂതന്മാർക്ക് ഐഡൽ വർഷിപ്പ് ഇല്ല, വിഗ്രഹനില്ല, സ്റ്റാച്ചു ഇല്ല, മ്യൂസിക് ഇല്ല, ഒന്നും പാടില്ല. പ്രയർ ബുക്ക് വായിക്കുക, ഒരു ശക്തി ഉണർന്ന പറയാം. 10 ന്യായപ്രമാണം ഹീബ്രു ഭാഷയിൽ, 10 കൽപ്പന. വെളിയൊരു ക്ലോക്ക് ടവർ ഉണ്ട്. 1760 ക്ലോക്ക് ടവറാണ്. ഫ്രണ്ട് സൈഡിൽ റോമൻ ലെറ്റർ, റൈറ്റ് സൈഡിൽ ഹീബ്രു, ലെഫ്റ്റ് സൈഡിൽ മലയാളം വട്ടെഴുത്ത്. ഫോട്ടോഗ്രാഫ് എടുക്കുക. ഫ്ലാഷ് അടിക്കാണ്ട് ക്യാമറയിലെ മൊബൈലിലെ ഫോട്ടോ എടുക്കുക. ഫ്ലാഷ് അടിക്കാൻ പാടില്ല. ഇപ്പൊ 5 ഫാമിലി 14 പേരുണ്ട് കൊച്ചിയിൽ യൂതന്മാര്. ബാക്കിയുള്ളവർക്ക് തിരിച്ചുപോയി. ഇസ്രായേൽ ഇൻഡിപെൻഡന്റ് 1948 49 നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചുപോയി. ഇസ്രായേലിലേക്കും അമേരിക്ക, ഇംഗ്ലണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് ഒന്ന് വായിച്ചോ. ആ ഫ്രണ്ടിലേക്ക് അഞ്ച് കുടുംബം, 5 ഫാമിലി 14 പേര്. കഴിഞ്ഞ